ഇന്നലത്തെ യാത്രാക്ഷീണമൊക്കെ കഴിഞ്ഞ് എണീച്ചപ്പോൾ തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ നിൽക്കുന്ന ഹോട്ടലിൻ്റെ തന്നെ മുകളിലുള്ള റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഫുഡൊക്കെ നല്ല അടിപൊളിയാണ്. ഞാൻ വന്നപ്പോഴേക്കിന് ഇവർ പാസ്തയും ചപ്പാത്തിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഡയറ്റിൻ്റെ കാര്യം അവർ മറന്നു പോയതാണ്. പിന്നെ കുറച്ച് പാസ്ത കഴിക്കല്ലാതെ എനിക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ സബ്മിഷന് വേണ്ടി ഇങ്ങോട്ട് പോയിട്ടോ. പോയപ്പോൾ ഇതായിരുന്നു അവസ്ഥ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിന്നെ ബാംഗ്ലൂരിലത്തെ ബ്ലോക്കിനെ പറ്റി നന്നായിട്ട് അറിയാം. പക്ഷെ ഹസ്ബൻഡുമാർക്ക് അതിനെപ്പറ്റി ഒന്നും അറിയാത്തതുകൊണ്ട് തന്നെ അവർ നല്ല കലിപ്പിലാണ് കേട്ടോ. എന്തായാലും എൻ്റെ കുഞ്ഞ് അങ്ങാടിപ്പുറം പാലത്തിൻ്റെ കുറ്റം പറയുന്ന ഹസ്ബൻഡ് ഇനി എന്തായാലും ഒന്നും പറയില്ല കേട്ടോ. അത്രയ്ക്ക് നേരം ഞങ്ങളിവിടെ പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വേഗം സബ്മിഷനൊക്കെ കഴിഞ്ഞങ്ങാണ്ട് വേഗം പോയത് നെക്സസ് മാളിലാണ് കേട്ടോ. ഒന്ന് റിലാക്സ് ആവാനും പിന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷോപ്പിങ്ങും നടത്താമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പിന്നെ ഒരുപാട് നേരം ബ്ലോക്കിൽ നിന്നതുകൊണ്ടും പിന്നെ സബ്മിഷന് ടൈം എടുത്തതുകൊണ്ടും കൂടെയുള്ള രണ്ടുപേർക്ക് വിശന്ന് തുടങ്ങിയിട്ടോ. അതുകൊണ്ട് ആദ്യം തന്നെ പോയത് ഫുഡ് കോർട്ടിലേക്കാണ്. പക്ഷെ ഫുഡ് കോർട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കിയത് ഞങ്ങൾക്ക് ഡയറ്റിന് കഴിക്കാൻ പറ്റിയ ഫുഡൊന്നും അവിടെ ഇല്ല. എന്തായാലും അവിടെയൊക്കെ കുറേ നേരം ഞങ്ങൾ തപ്പി നടന്നിട്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റുമോ നോക്കിയിട്ട്. പക്ഷെ ആ ടൈം കൊണ്ട് ഇവർ രണ്ടുപേരും നന്നായിട്ട് ഓർഡർ ചെയ്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഡയറ്റ് മുറിക്കാൻ വേണ്ടിങ്ങാണ്ട് ഓരോന്ന് ഞങ്ങൾ എടുത്തിട്ട് നീക്കി വെച്ച് തന്നു. പക്ഷെ എന്നെപ്പറ്റി ഇവർക്ക് കാര്യമായിട്ട് അറിയില്ലെന്ന് തോന്നുന്നു. ഞാൻ ഡയറ്റ് എടുക്കാൻ തുടങ്ങിയ പിന്നെ ഇതുപോലത്തെ വസ്തുക്കളൊന്നും കഴിക്കൂല. എന്തായാലും അവസാനം ഞങ്ങൾ ഒരു അവക്കാഡോ ഷേക്ക് പറഞ്ഞു കേട്ടോ. വിത്തൗട്ട് ഷുഗർ ആയിട്ടുള്ള ഒരു അവക്കാഡോ ഷേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തേലും ഒന്ന് കഴിച്ചില്ലെങ്കിലും പ്രശ്നമാവും, അതുകൊണ്ട് ഷേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയിട്ടോ ഷോപ്പിങ്ങിന്. ആദ്യം തന്നെ പോയത് ജെൻസിൻ്റെ സെക്ഷനിലോട്ടാണ്. അവിടെ കുറേ നേരമൊക്കെ കറങ്ങിയിട്ട് അവർക്ക് രണ്ടുപേർക്കും ഒന്നും കിട്ടിയില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ നേരെ പോന്നു കേട്ടോ. അവർ രണ്ടുപേരും ഒറ്റയ്ക്ക് പർച്ചേസിന് ഇട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ സ്ഥിരമായിട്ട് വരാറുള്ള ഈ പ്ലേസൊക്കെ വന്നു കേട്ടോ. വേറെ ഒന്നല്ല, ബാഗ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ രണ്ടുപേരും പിന്നെ ബാഗിൻ്റെ ഒരു ക്രൈസുള്ള ആൾക്കാരാണ്. മറ്റാൾ പിന്നെ ബാഗൊക്കെ കണ്ടപ്പോൾ ഷോയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് പിന്നെ ഹാൻഡ് ബാഗ് അല്ല, ഇതുപോലത്തെ സ്ലിംഗ് ബാഗിനോടൊക്കെയാണ് താല്പര്യമുള്ളത് കേട്ടോ. അങ്ങനെ അവിടെ ബാഗുകളൊക്കെ ഞങ്ങൾ രണ്ടുപേരും കുറേ നോക്കി. അവസാനമാണ് എൻ്റെ കണ്ണിൽ ഈ ക്യൂട്ടായിട്ടുള്ള ബാഗ് പെട്ടത് കേട്ടോ. ഇതിൻ്റെ 2-3 കളേഴ്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വേഗം ജ്വല്ലറിൻ്റെ സെക്ഷനിൽ പോയി. നല്ല വെറൈറ്റി ജ്വല്ലറി ഐറ്റംസാണ് ഇവിടെ ഉണ്ടാവാറ്. പക്ഷെ ഞാനിതൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് ജസ്റ്റ് നോക്കി പോകുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ നോക്കലും അടുത്ത് ഞങ്ങൾ വേഗം തന്നെ ഡ്രസ്സിൻ്റെ സെക്ഷന് പോയിട്ടോ. ഡ്രസ്സ് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി ഇവിടെ എനിക്ക് പറ്റുന്ന ഡ്രസ്സൊന്നും ഉണ്ടാവില്ല എന്നിട്ടോ. മറ്റാൾക്ക് പിന്നെ ഡ്രസ്സൊക്കെ പറ്റിയ ആൾ നല്ല ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എടുക്കാനുള്ള പ്ലാൻ ഉണ്ട് തോന്നുന്നു. എന്തായാലും അവരൊക്കെ ഞാൻ അവരുടെ പാട്ടിന് വിട്ടുങ്ങാണ്ട് ഞാൻ എൻ്റേതായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടോ. ഇവിടെ നല്ല അടിപൊളി ഐറ്റംസ് കണ്ടു കേട്ടോ. നല്ല അടിപൊളി ക്ലാസ്സസും കാര്യങ്ങളൊക്കെ. നമ്മളെ വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ അതിനൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി ഓരോന്നിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഷൂസിൻ്റെ സെക്ഷന് പോയിട്ട് ഒരു ഷൂസൊക്കെ വാങ്ങിച്ചു കേട്ടോ. അതും കഴിഞ്ഞ് ഷോപ്പിംഗ് അവസാനിപ്പിച്ച് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരുമ്പോൾ വന്നപ്പോൾ ഉള്ളതേ അവസ്ഥയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അതിലേക്കാട്ടുള്ള അവസ്ഥയായിരുന്നു കേട്ടോ. കാരണം വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടൽ കുറച്ച് പണിയാണ്. ഞാനെന്തായാലും ബ്ലോക്കിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ വീഡിയോസൊക്കെ ഫോട്ടോസൊക്കെ എടുക്കൽ നടത്തിയിട്ടോ. ബ്ലോക്ക് കഴിഞ്ഞ് തീർന്നപ്പോഴേക്കിന് രാത്രിയായിട്ടോ. അപ്പോൾ എത്രത്തോളം ബ്ലോക്ക് ഉണ്ടാവുമെന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അടുത്ത വിശേഷം നാളെ പറയാം. അതുവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബായ്.